വിശ്വാസിയുടെ ദിനരാത്രങ്ങളെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലൂടെയാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത്. വിശ്വാസിയുടെ ഓരോ ദിവസവും അവന് മുതൽക്കൂട്ടാവണം. അതിനാവശ്യമായ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതൊക്കെ ഉൾക്കൊള്ളാനും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞു, സുബഹിയുടെ മുമ്പേ ഹംദോടുകൂടെയാവണം നാം എഴുന്നേൽക്കേണ്ടത്. രാത്രി നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ പിശാച് നമ്മുടെ തലയിൽ 3 കെട്ട് കെട്ടും. അതിൽ ഒന്നാമത്തെ കെട്ട് അഴിക്കാനുള്ള വഴി അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൽ ബഅ്സു വന്നുശൂർ. ആ പരിശുദ്ധമായ ദിക്ർ ചൊല്ലലോടെ ആ 3 കെട്ടിൽ ഒരു കെട്ട് അഴിയുമെന്ന് മഹാനായ മുത്തുള്ളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമുക്ക് ആ ഉറക്ക് എന്ന നിഅമത്ത് അള്ളാഹു തന്നതിനുള്ള നന്ദിയാണ്. ഈ നിഅമത്തൊക്കെ നല്ല നിലയിൽ അനുഭവിക്കുമ്പോൾ അതിൻ്റെ നിലയും വിലയും നമുക്ക് മനസ്സിലാവൂല. ഇന്നൊരു സഹോദരി എനിക്ക് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് കിടക്കും, ഉറങ്ങും, ഒരു 11:30 ഉണരും, പിന്നെ വല്ലാത്ത ബേജാറ്, വല്ലാത്ത വെപ്രാളം, അസ്വസ്ഥതയുണ്ടാകും. അങ്ങനെ 2 ദിവസമായി ഇവിടെ ഇഖ്റ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ അഡ്മിറ്റ് ചെയ്തു. രാത്രിയാകുന്നത് പേടിയാണ്, ഉറക്കില്ലായ്മ കൊണ്ടുള്ള അസ്വസ്ഥതയാണ്. അല്ലാഹുവേ, ജല്ല ജലാലായ റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു ആ സഹോദരിക്ക് പൂർണ്ണമായ ശിഫ നൽകട്ടെ. അങ്ങനെ ഉറക്കില്ലായ്മ കൊണ്ട് പ്രയാസപ്പെടുന്നവരെത്രയാണ്. ഒരു പക്ഷേ ഈ ശബ്ദം കേൾക്കുന്നവരിൽ തന്നെ സഹോദരാ സഹോദരി, രാത്രി ഒന്ന് ഉറങ്ങാൻ കഷ്ടപ്പെടുന്നവരുണ്ടാകില്ലേ? എനിക്ക് 5 ഗുളിക കുടിക്കണം, 9 ഗുളിക കുടിക്കണം, എന്നാലേ ഉറക്ക് വരൂ എന്ന് പറയുന്നവരില്ലേ? ഉറക്കുന്നത് വലിയൊരു നിഅമത്തല്ലേ? ആ നിഅമത്ത് ആസ്വദിച്ചിട്ട് എഴുന്നേൽക്കുമ്പോ എന്തേ ഒരു അൽഹംദുലില്ലാ പറയാൻ നമുക്ക് കഴിയാത്തത്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ജിദ്ദയിൽ ജോലി ചെയ്യുകയായിരുന്നൊരു സഹോദരൻ ഉറക്ക് കിട്ടാതെ വലിയ പ്രയാസത്തിൽപ്പെട്ടു. അവിടുന്ന് പല ഡോക്ടേഴ്സിനെയും കാണിച്ചു, യാതൊരു മാറ്റവുമില്ല. അങ്ങനെ നാട്ടിലേക്ക് വന്നു. സങ്കടത്തോടുകൂടെ എന്നോട് ആ കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. രാത്രിയാകുന്നത് പേടിയാണ്, രാത്രിയുടെ ഒരു ദൈർഘ്യം. ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഇത് ജല്ല ജലാലായ അല്ലാഹു നമുക്ക് തരുന്ന നിഅമത്താണ്. നിഅമത്തിനെ നന്ദി ചെയ്ത് ശീലിക്കണം. നിഅമത്തിന്റെ ഏറ്റവും വലിയ ശുക്രിന്റെ വചനമാണ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. റഅ്സു ശുക്രി അൽഹംദുലില്ലാ. ശുക്രിന്റെ വചനം, അതിന്റെ ഹെഡ് അൽഹംദുലില്ലാ എന്ന വചനമാണെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ വാക്ക് ധാരാളം ചൊല്ലുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഉറക്ക് ഭയങ്കര നിഅമത്തല്ലേ? അലം നജലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ. മനുഷ്യരെ, നിങ്ങളുടെ ഉറക്കിനെ നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നത് നാമല്ലയോ? നിങ്ങൾക്കതിലെന്ത് പങ്കുണ്ട്? നമ്മുടെ ഉറക്കിന്റെ കാര്യത്തിൽ എന്ത് പങ്കാണ് കൂട്ടരെ നമുക്കുള്ളത്? ഇന്നലെ എത്ര മണിക്കാണ് ഉറങ്ങിയത് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്ക്.
ആർക്കാണ് ഉറങ്ങിയ സമയം പോലും കൃത്യമായി പറയാൻ കഴിയുന്നത്? നീ പറ, നീ ആലോചിക്ക്, നിനക്ക് പറയാൻ കഴിയോ ഇന്നലെ എത്ര മണിക്ക് നീ ഉറങ്ങി? 10:30-നാണോ? 10:31-നാണോ? 10:32-നാണോ? 10:35-നാണോ? 11 മണിക്കാണോ? 11:01-നാണോ? 2-നാണോ? കൃത്യമായി ഞാൻ ഇന്ന സമയത്താണ് ഉറങ്ങിയത് എന്ന് നമ്മുടെ കൂട്ടത്തിൽ ആർക്ക് പറയാൻ കഴിയും? ഇതേലാഹായ റബ്ബിന്റെ വലിയ ഫളലാ. അതുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി. ആ മരണത്തിന്റെ സഹോദരനായ ഉറക്ക് അതെനിക്ക് തന്നതിന് ശേഷം എനിക്ക് ഹയാത്ത് നൽകിയ അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും. അത് പറഞ്ഞ് എഴുന്നേൽക്കണം. അത് നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം, നമ്മുടെ കൂടെയുള്ളവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ആ ഒരു വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെപ്പോലെ ഉറങ്ങാൻ കഴിയുന്ന മറ്റൊരു ജീവിയെ നിങ്ങൾക്ക് പറയാൻ കഴിയോ? നിങ്ങൾ പറ, മനുഷ്യരെ പോലെ സുഖമായി മലർന്നു കിടന്ന് ഉറങ്ങാൻ കഴിയുന്ന ഒരു ജീവിയെ പറ. കഴിയോ? മനുഷ്യരെ പോലെ സുഖമായി മലർന്നു കിടന്ന് ഉറങ്ങാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ജീവിയെ പറയാൻ കഴിയുമോ? മനുഷ്യരെ നമുക്ക് വേണമെങ്കിൽ സുഖമായി മലർന്നു കിടക്കാം, വലഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാം, ഇടഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാം, കമിഴ്ന്നു കിടക്കാം, ചുരുണ്ട് കിടക്കാം, നിവർന്നു കിടക്കാം. എല്ലാത്തിനും സൗകര്യപ്പെടുന്ന രൂപത്തിലാണ് ജല്ല ജലാലായ അല്ലാഹു നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഇലാഹായ റബ്ബവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വത്തീനി വസ്സൈതൂൻ. മഹാനായ നൂഹ് നബിയെ തന്നെയാണ് സത്യം, മഹാനായ ഈസ നബിയെ തന്നെയാണ് സത്യം. വതൂരി സീനീൻ, കലീമുല്ലാഹി മൂസാ നബിയെ തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, ഈ പവിത്രമായ മക്കയുണ്ടല്ലോ, ആ മക്കക്കാരനായ മുഹമ്മദ് നബിയെ തന്നെയാണ് സത്യം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യരെ അല്ലാഹു പടച്ചിട്ടുള്ളത്. നമ്മുടെ ഉറക്കിന്റെ കാര്യം മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും, നമ്മെപ്പോലെ സുഖമായി റാഹത്തായി ഉറങ്ങാൻ കഴിയുന്നൊരു ജീവിയുണ്ടോ? ഇങ്ങനെ ഒരു ഉറക്കയിലാഹായ റബ്ബ് നമുക്ക് തന്നിട്ട് എന്തുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇത് പറയാതെ നമ്മൾ എഴുന്നേൽക്കുന്നു? അതുകൊണ്ട് എല്ലാ നിഅമത്തിനും നന്ദി ചെയ്ത് നമ്മൾ ശീലിക്കണം. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് പറയണം. ഈ ഒരു വാക്കിന്റെ മഹത്വം എത്രയാണ്, ഈ ഒരു വാക്കിന്റെ ഫളൽ എത്രയാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ മഹ്ശറയിൽ നിൽക്കുമ്പോ ആദ്യമായി മഹ്ശറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ദുനിയാവിൽ നിന്ന് കൂടുതലായി അൽഹംദുലില്ലാഹ് ഈ വചനം പറഞ്ഞവരാരാണോ അവരെയായിരിക്കുമെന്ന് മഹാനായ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുന്നവരാരാണോ അവരെയാണ് മഹ്ശറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത്. അന്നിബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഖാൽ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, അവ്വലു മൻ യുദാ ഇലൽ ജന്ന, ആദ്യമായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാ, നിങ്ങളുടെ
മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ വചനം ഉച്ചരിക്കുന്നത് അവരെയായിരിക്കും നാളെ ആദ്യമായി മഹ്ശറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് എന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ. പ്രയാസത്തിന്റെ ഘട്ടത്തിലും സന്തോഷത്തിന്റെ ഘട്ടത്തിലും എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഓരോ നിഅമത്തുകളും ഓർത്ത് അൽഹംദുലില്ലാ 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 ഇത് പറയാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കിട്ടലാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു 111 തവണ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആ പരിശുദ്ധമായ ഹംദിന്റെ വചനം ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. ആ വചനം ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൽഹംദുലില്ലയുടെ പവർ എത്രയാണെന്നറിയോ? ഒരാൾക്ക് ദുനിയാവ് മൊത്തം കിട്ടി, പിന്നെ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള തൗഫീഖും കിട്ടി. എന്നാൽ ഈ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള തൗഫീഖ് കിട്ടലാണ് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ നിഅമത്തായി കണക്കാക്കപ്പെടുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗ അന്നദ്ദുനിയാ കുല്ലഹാ ബിഹദാഫിരിഹാ ബിയദി റജുലിൻ മിൻ ഉമ്മത്തി സുമ്മ ഖാല അൽഹംദുലില്ലാ ലകാനത് അൽഹംദുലില്ലാഹി അഫ്ളലു മിൻ ദാലിക. ഒരാൾക്ക് ദുനിയാവ് മൊത്തം ലഭിച്ചു, പിന്നെയോ അൽഹംദുലില്ലാ ഈ വാക്ക് പറയാനുള്ള തൗഫീഖും ലഭിച്ചു. എന്നാൽ ലകാനത്ത് അൽഹംദുലില്ലാഹി അഫ്ളലു മിൻ ദാലിക ആ ദുനിയാവ് മൊത്തം ലഭിച്ചതിനേക്കാൾ ഏറ്റവും വലിയ ഖൈർ അൽഹംദുലില്ലാ എന്ന് പറയാൻ തൗഫീഖ് കിട്ടലാണ്. ഇന്നത്തെ ഈ മജ്ലിസിൽ നിന്ന് നമ്മൾ 10,000-കണക്കിന് ആളുകൾ 2 ചാനലിലൂടെയും വോയിസ് ഓഫ് റഹ്മാനിയയിലൂടെയും അതേപ്രകാരം CBMS ലൈവിലൂടെയുമായി 10,000-കണക്കിന് ആളുകൾ ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട്. 2 ചാനൽ വഴിയാണ് നമ്മുടെ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിച്ചു ചേർന്ന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഹംദ് ചൊല്ലിയിട്ട് നമുക്ക് നമ്മുടെ റബ്ബിനോട് ദുആ ചെയ്യണം. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹം അത് വർദ്ധിപ്പിക്കപ്പെടുമെന്ന്, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഹംദോടുകൂടെ എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് ചെയ്യേണ്ട ഒരു പണിയുണ്ട്. എന്താണെന്നറിയോ? എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യം, ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും ഉണർത്തണം. നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ ആവശ്യപ്പെടണം. അല്ലാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് കിട്ടാൻ അത് കാരണമാകും. ഒന്ന് ശ്രദ്ധിക്കണേ. ഭർത്താവ് എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റാൽ ഒന്ന് ഭാര്യയെ തട്ടി ഉണർത്തണം, എഴുന്നേൽക്കാൻ ആവശ്യപ്പെടണം, നിസ്കരിക്കാൻ ഉപദേശിക്കണം. ഭാര്യ ആദ്യം എഴുന്നേറ്റു, എന്നാൽ ഒന്ന് ഭർത്താവിനെ തട്ടി ഉണർത്തണം. ഇതാ സമയായിട്ടോ, നിസ്കരിക്കാൻ എഴുന്നേൽക്കണം. ഹബീബായ നബി തങ്ങൾ അത്തരക്കാർക്ക് റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്തു എന്ന കാര്യം സഹോദരാ മറക്കരുത്, സഹോദരി മറക്കരുത്. നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? അത് പോരല്ലോ. ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ഭാര്യ രക്ഷപ്പെടണം, ഭർത്താവ് രക്ഷപ്പെടണം, മാതാപിതാക്കൾ രക്ഷപ്പെടണം, മക്കൾ രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആഖിറത്തിലും അവര് രക്ഷപ്പെടണ്ടേ? ഈ ദുനിയാവിൽ മാത്രം താൽക്കാലിക സുഖം അവർക്ക് ലഭിച്ചാൽ മതിയോ? അതിനേക്കാൾ അപ്പുറം ആഖിറത്തിൽ ലഭിക്കണ്ടേ? അതുകൊണ്ട് സഹോദരാ സഹോദരി ശ്രദ്ധിക്ക. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, റഹിമല്ലാഹു റജുലാ, ഒരാൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ, അയാൾ നിസ്കരിക്കാൻ എഴുന്നേറ്റു, അയാൾ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിസ്കരിച്ചു എന്ന് പറഞ്ഞ് നിർത്തിയില്ല. പിന്നെയോ അയാൾ തന്റെ ഭാര്യയെ ഉണർത്തുകയും ചെയ്തു. എന്തിന്?
നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ. അവൾക്ക് നിസ്കാരമൊക്കെ പറ്റുന്ന സമയത്താണെങ്കിൽ അവൾ വിസമ്മതിച്ചു, ഞാൻ ഉണർന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ മുഖത്ത് വെള്ളം കുടഞ്ഞു എഴുന്നേൽക്കാൻ വേണ്ടി. ഞാൻ അതിൻ്റെ പേരിൽ പൊല്ലാപ്പുണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാൻ ആവശ്യമായ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്തു. അതൊരു കച്ചറക്കും കുലുമാലിനും കാരണമാവരുത്. രാവിലെ തന്നെ അള്ളാന്റെ ഹബീബ് പറയാണ്, വിളിച്ചു ഉണർത്തി എഴുന്നേൽക്കാൻ വേണ്ടി വെള്ളം കുടഞ്ഞു. അങ്ങനെയുള്ള പുരുഷന് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ. അതുപോലെ റഹിമല്ലാഹും റഅതൻ, ഒരു പെണ്ണിനും അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകട്ടെ. ഖാമത് മിനൽ ലൈലി ഫസല്ലത്, അവൾ രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റു. അങ്ങനെ വഅയ്ഖല സൗജഹാ, അവൾ എഴുന്നേറ്റു എന്ന് മാത്രമല്ല, അവൾ അവളുടെ ഭർത്താവിനെയും ഉണർത്തി. നോക്കിയനി, എഴുന്നേറ്റോളിട്ടോ, നിസ്കരിക്കാൻ സമയമായിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് നിസ്കരിക്കാനൊന്നും എഴുന്നേൽക്കാൻ തയ്യാറായില്ല. അപ്പോൾ വെള്ളം കുടഞ്ഞ മുഖത്ത് എഴുന്നേൽക്കാതെ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ, ശ്രദ്ധിക്കണം, അതിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാൻ ആവശ്യമായ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്തോ. അങ്ങനെ തൻ്റെ ഭാര്യയും ഭർത്താവും നിസ്കരിക്കണമെന്ന ആഗ്രഹത്തോടെ സുബഹിക്ക് മുമ്പേ അവരെ വിളിച്ചുണർത്തുന്നവർക്ക് ജല്ല ജലാലായ അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാകട്ടെ എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ കുടുംബജീവിതമൊക്കെ സമ്പൂർണ്ണ സന്തോഷത്തിലാക്കി തരട്ടെ. നമ്മൾ നമ്മുടെ കാര്യം എന്നതിനേക്കാൾ നമ്മളുടെ കുടുംബം, നമ്മുടെ അയൽവാസികൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അവർ ഇവിടെയും രക്ഷപ്പെടണം. ഇവിടെ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, അവിടെയും രക്ഷപ്പെടണം. നമ്മളെ പേരക്കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇടങ്ങാറ് വരുമ്പോഴുള്ള വേദന എത്രയാണ്? ദുനിയാവിലുള്ള ഇടങ്ങാറിന്റെ പേരിൽ മാത്രം വേദനിച്ചാൽ മതിയോ? മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഉമ്മാര് കണ്ണീരോടുകൂടെ വിഷമത്തോടുകൂടെ സങ്കടപ്പെട്ട് വിളിക്കാറുണ്ടല്ലോ, വിവരം പറയാറുണ്ടല്ലോ. ദുനിയാവിലുള്ള പ്രയാസങ്ങൾക്ക് മാത്രം പരിഹാരം കണ്ടാൽ മതിയോ? ദുനിയാവിൽ അവർക്കുണ്ടാകുന്ന വിഷമത്തിൽ നമ്മൾ സങ്കടപ്പെട്ടാൽ മതിയോ? ആഖിറത്തിൽ അവർക്ക് നഷ്ടം സംഭവിക്കരുത് എന്ന ചിന്താഗതി നമുക്കുണ്ടാവണം. ദുനിയാവിനേക്കാൾ ആഖിറം തന്നെയാണ് പ്രാധാന്യം. ആ നിലയിൽ അവർക്കൊരു ഗുണകാംക്ഷ നമ്മളെ മനസ്സിലുണ്ടാവണം. ആവുന്നതൊക്കെ നമ്മൾ ചെയ്യണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കട്ടെ, കുടുംബത്തെ നന്നാക്കട്ടെ, ഭാര്യമാരെ നന്നാക്കട്ടെ, ഭർത്താക്കന്മാരെ നന്നാക്കട്ടെ, മാതാപിതാക്കൾക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ. അവർക്കൊക്കെ എല്ലാവിധ സൗഭാഗ്യവും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ അൽഹംദുലില്ലാ പറഞ്ഞ് റാഹത്തായി എഴുന്നേറ്റ് ഭാര്യയെ ഉണർത്തി, ഭർത്താവിനെ ഉണർത്തി. പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് ആദ്യം ബാത്റൂമിലേക്ക് പോകും. ഒന്ന് ബാത്റൂമിൽ പോയി മലമൂത്ര വിസർജനം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എത്ര സുന്നത്തുകൾ നമുക്ക് ലഭിക്കുമെന്നറിയോ? നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് സുന്നത്തുകൾ ഒന്ന് ബാത്റൂമിൽ പോയി വരുമ്പോഴത്തേക്ക് പ്രിയപ്പെട്ട സഹോദര സഹോദരി നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പക്ഷെ ഇത് സുന്നത്താണെന്നൊരു ബോധം നമുക്കുണ്ടാവണം, ഒരറിവ് നമുക്കുണ്ടാവണം, ആ നീയത്ത് നമുക്കുണ്ടാവണം. ഏത് അമലും സ്വീകരിക്കപ്പെടുന്നത് നീയത്ത് കൊണ്ടാണ്. ആ കാര്യത്തിൽ അശ്രദ്ധ പാടില്ല. മലമൂത്ര വിസർജനം കഴിഞ്ഞ്, മിസ്വാക്ക് കഴിഞ്ഞ്, ഉളു ഒക്കെ കഴിഞ്ഞിട്ടാണ് ബാത്റൂമിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുക. അപ്പോഴത്തേക്ക് 100 കണക്കിന് സുന്നത്തുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഒന്ന് ശ്രദ്ധിക്ക് സഹോദരാ, ഈ മജ്ലിസ് നമുക്ക് ഏറ്റവും വലിയ ഉപകാരപ്രദമായ മജ്ലിസാകണം. ഇത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് തരാനും ആഖിറത്തിലേക്ക് ഏറ്റവും വലിയ രക്ഷയ്ക്കും കാരണമാകണം. നിങ്ങൾ അറിയോ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി മലമൂത്ര വിസർജനം കഴിഞ്ഞ്, മിസ്വാക്ക് കഴിഞ്ഞ്, ഉളൂ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് 100 കണക്കിന് സുന്നത്തുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകട്ടെ.
അള്ളാഹു അതിന് ആവശ്യമായ ആദാബുകളൊക്കെ പാലിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഏതൊക്കെയാണ് അദബുകൾ, എന്തൊക്കെയാണ് അദബുകൾ, എങ്ങനെയാണ് നൂറുകണക്കിന് സുന്നത്തുകൾ ഒന്ന് ബാത്റൂമിൽ കയറി മലമൂത്ര വിസർജനം കഴിഞ്ഞ് മിസ്വാക്ക് കഴിഞ്ഞ് ഉളൂ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ലഭിക്കുന്നത്, അത് നമ്മൾ പഠിക്കേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ നമ്മൾ വിശദീകരിക്കും.